എന്ത് കാര്യമില്ല. അത് 2 ദിവസം കഴിയുമ്പോൾ അത് ഓറ വിടുന്നു. എന്ത് കാര്യമില്ല. പോലീസുകാർ നിങ്ങൾ ഇങ്ങനെ ഉത്സാഹിച്ചില്ലാന്ന് സർക്കാരില്ല. നിങ്ങൾ ഒന്നും ആക്കണ്ട. നിങ്ങൾ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക. ഓർ നന്നായിക്കോളും. ഓരോരോ ജമാഅത്തിൽ നിന്ന് ഓരോരോ നാട്ടിൽ നിന്ന് ഒരു 10-50 ആൾ വരുന്നോന്ന്. അതിന് ബന്ധം നോക്കണ്ട. ബന്ധം നോക്കിയിട്ട് നിങ്ങൾക്ക് നമുക്ക് ഒരാളെ പിടിക്കാൻ കഴിയാന്ന്. അതാണ് ഓന്റെ മോന്, ജോന്റെ മോന്, ജഡ്ജിന്റെ മോന്, ഓഫീസറുടെ മോന്, കളക്ടറുടെ മോന്, വക്കീലിന്റെ മോന് എന്നിട്ടൊന്നും ഇതിൽ പുരിയില്ലാന്ന്. ഇതിനില്ലെങ്കിൽ ബാക്കിയെല്ലാം നാശമായി പോകുന്നു. നമ്മളെ കുടുംബം പോയി പോകുന്നു. നിങ്ങളെ മക്കളെ വായിക്കാൻ കഴിയാ. നിങ്ങളെ മക്കളെ പെണ്ണ് കെട്ടലുണ്ടാവില്ല. എല്ലാം നാശനഷ്ടമായി പോകും. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ടത്, നിങ്ങൾ എന്താക്കേണ്ട പറഞ്ഞാൽ, നിങ്ങൾ അധികാരികൾ എന്ത് ഗുണമില്ല. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളോട് ഞാൻ ദേഷ്യപ്പെട്ടിട്ട് പറയുന്നല്ല. അത് അച്ഛനും അമ്മയും എങ്ങനെ ഇത് ജാമീനിൽ കൊണ്ടുപോകും. കൊന്നോന് കൊല്ലേന്നെ. ആരാ എന്റെ മക്കളായാലും ആരെ മക്കളായാലും കൊലേന്നെ. അതിന് ജാമീന് കൊടുക്കാൻ പാടില്ല. ഏത് പറക്കുന്ന മോനായാലും ഇതിന് നിങ്ങൾ ജനങ്ങൾ ഏറ്റെടുക്കണമെന്ന്. ജനങ്ങൾ ഏറ്റെടുത്തിട്ട് ഓരോരോ ജമാഅത്തിന് പറയണം, ഇന്ന് ജമാഅത്തിൽ ജോന് പുറത്ത്, ജോ കഞ്ചാമ്പ് വലിക്കുന്നു, ജോ കുറ്റം ചെയ്യുന്നവൻ, ജോ തെറ്റ് ചെയ്യുന്നവൻ. ഒരു പൊന്നു മോനക്കും നിങ്ങൾ ഇത് കൊടുക്കാൻ കഴിയാന്ന്. ഓനെ ജമാഅത്തിന് പുറത്താക്കണം. ഓന്റെ പെണ്ണ് കെട്ടാൻ പാടില്ല. ഓന് പെണ്ണ് കൊടുക്കാൻ പാടില്ല. പോലീസ് ഇതെല്ലാം പോയിട്ട് ഒരു പെണ്ണ് കെട്ടുന്നെങ്കിൽ ഒരു പുതിയ ആളുടെ റിപ്പോർട്ട് അറിയണം. ഇതിൽ പോലീസ് കേസ് എന്തെങ്കിലും ഉണ്ടാന്ന്. ജോൻക്ക് പോലീസ് കേസ് ഉണ്ടാന്ന് നോക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ പെണ്ണിനെ വായിക്കണ്ടാന്ന്. ചെക്കന്റെ മൊഞ്ചി കണ്ടിട്ടോ ചെക്കന്റെ മുതൽ കണ്ടിട്ടോ നിങ്ങൾ വായിക്കണ്ട. ഒരു മനുഷ്യനും ബാക്കിയാവില്ല. ഇനി ബാക്കിയാവില്ല. ഇനി നിങ്ങൾ എല്ലാവരും ജനങ്ങൾ ഒരുക്കണം. ഒരു ചെക്കനെ 4 ആളെ കൂടി കൊന്നത്, ഇഞ്ചിയാക്കിയിട്ട് കൊന്നത്, ഇഞ്ചിയാക്കിയിട്ട്. അത് നിങ്ങൾ എന്തുകൊണ്ട് എന്നിട്ടായിട്ട് പരീക്ഷ എഴുതാൻ ആച്ചി അതിനുള്ള സൗകര്യം ചെയ്ത്. ഇത് ഗവൺമെന്റ് ചെയ്യുന്നല്ലേ. അപ്പൊ നിങ്ങൾക്കത് പ്രശ്നമല്ല. ഒരുത്തനെ കൊല്ലലും ഒരുത്തന്റെ ഒരു മക്കളെ നൊമ്പലാക്കലും വേദനാക്കലും നിങ്ങൾക്കൊന്നും പ്രശ്നമല്ല അധികാരികൾക്ക്. ഇനി അങ്ങനെയല്ലാന്ന് ജനങ്ങൾ മൊത്തം ഇറങ്ങിയിട്ട് ഈടെ വിൽക്കുന്നു, ഈടെ കളിക്കുന്നു, ഈടെ കൊല്ലുന്നു, ഓനെ കണ്ടെങ്കിൽ തച്ച് കൈയും കാലും പൊളിക്ക് ഒന്നിനും വെച്ചക്കണ്ടാന്ന്. ഒരു കേസും ആവില്ല. ഇനി കൊന്നെങ്കിൽ കേസുണ്ടാ. ജാമീനില്ലാലോ വകുപ്പ് നിങ്ങൾ ഇടുന്നില്ലാലോ. നിങ്ങൾ ഇടുന്നെന്ത്? പോലീസ് കേസ് എന്ത് 4 ദിവസം കഴിയുമ്പോ പോയി. നിങ്ങൾ എന്താക്കണം പറഞ്ഞാല്, ഇനി അധികാരികളെ ഏറ്റെടുക്കണം. നിങ്ങൾ ഗവൺമെന്റ് ഏറ്റെടുക്കണം. പുള്ളന്മാരെ ചെറിയ 10-15 വയസ്സിന്റെ പുള്ളന്മാർ ഇങ്ങനെ ലഹരിയിൽ തല്ലും കുത്തും പോക്കിരുത്താൻ കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കണം പറഞ്ഞാല്, നിങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുക്കണം. ജയിൽ സ്കൂളുണ്ടെന്ന് പണ്ട് ഞങ്ങൾ പുള്ളന്മാർ ഞങ്ങളെ മക്കളെ പേടിപ്പിക്കലുണ്ട്. ജയിൽ സ്കൂളിൽ കൊണ്ടാക്കും. കുറെ കൊല്ലത്തേക്ക് വരാൻ കഴിയാം. 10-15 കൊല്ലം 20 കൊല്ലം ആകുമ്പോ പുള്ള നന്നാവും. അതിന്റെ പൈസ ഗവൺമെന്റ് ചെലവിടണ്ട. കൈവുള്ള ആളോട് പൈസ മേങ്ങണം. ഈ കള്ളുടിക്കുന്നു കഞ്ചാവ് പഠിക്കുന്ന പുള്ളന്മാർക്ക് ഓർക്ക് ചെലവിന് വേണ്ട പൈസ ഉമ്മാറും തരും പൈസ. അങ്ങനെ പോലീസ് കസ്റ്റഡിയിൽ വെച്ചിട്ട് പുള്ളന്മാരെ നന്നാക്കി 10-15 കൊല്ലം കൊണ്ട് ശരിയാക്കിയെങ്കിൽ നേരാവും. ഇല്ലെങ്കിൽ ദുനിയാവ് ബാക്കിയുണ്ടാവില്ല സാറേ. പറഞ്ഞ മനസ്സിലായ സാറേ? അധികാരികളോട് ദേഷ്യം ഉണ്ടായിട്ട് പറഞ്ഞത് നിങ്ങൾ എന്താക്കാന്? ഉമ്മാവും കൊണ്ടുപോകുമ്പോ നിങ്ങൾ എന്ത് ചെയ്യാന്? കൊന്നാൾക്ക് വരെ ഫ്രീ എന്നല്ലോ. പിന്നെ എന്ത് പറയാനുള്ളേ? ഓക്കെ, കാസർഗോഡ് നിന്ന് ഇരട്ടി മുഹമ്മദ്.